ഇന്ത്യയിൽ വലിയൊരു മുന്നേറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെന്തെന്നാൽ ഇന്ത്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഹബ്ബാകാൻ പോവുകയാണ്. ഇതിൻ്റെ ആദ്യ ചുവടുവയ്പ്പെന്ന പോലെ മൈക്രോസോഫ്റ്റിൻ്റെയും ഗൂഗിളിൻ്റെയും പ്രതിനിധികൾ അടുത്ത ആഴ്ച ഇന്ത്യ സന്ദർശിക്കുകയാണ്. മൈക്രോസോഫ്റ്റിൻ്റെ CEO ആയ സത്യ നദേല ഈ മാസം, അതായത് ഫെബ്രുവരി 7-നും 8-നും ബാംഗ്ലൂർ, മുംബൈ എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തുന്നുണ്ട്. ഇവിടെ അദ്ദേഹം AI സാധ്യതയും അത് കൊണ്ടുവരുന്ന അവസരങ്ങളെയും കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ 2 നഗരത്തിലെ ടെക് ഇൻഡസ്ട്രി ലീഡർ അദ്ദേഹമായിരിക്കും. ഗൂഗിളിൻ്റെ ചീഫ് സയൻറ്റിസ്റ്റായ ജെഫ് ഡീനും ബാംഗ്ലൂരിലേക്ക് വരുന്നുണ്ട്. അദ്ദേഹം AI അടുത്ത ഘട്ട വളർച്ചയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇന്ത്യയിലുള്ള ഡെവലപ്പേഴ്സും സ്റ്റാർട്ടപ്പുകളുമായാണ് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നത്. ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് സിലിക്കോൺ വാലി AI മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടി ലക്ഷ്യമിടുന്നത് ഇന്ത്യയാണ്. ഇതിൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല. കാലങ്ങളായി ഇന്ത്യയാണ് ടെക്നോളജി വികസനത്തിൽ മുന്നിൽ നിൽക്കുന്നത്. മുൻനിര കമ്പനിയിലെ CEOമാരായും കമ്പ്യൂട്ടർ എഞ്ചിനീയർമാരായും ഡേറ്റാ സയൻറ്റിസ്റ്റായും ലോകമെമ്പാടും ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യക്കാരാണ്. ഇന്ത്യയിലേക്ക് വരുന്ന ഈ 2 കമ്പനികളുടെ കാര്യം എടുത്താൽ തന്നെ അറിയാം. മൈക്രോസോഫ്റ്റിനെയും ഗൂഗിളിനെയും നയിക്കുന്ന ഇന്ത്യക്കാരായ സത്യ നദേലയും സുന്ദർ പിച്ചയും ഉന്നത നിലയിലെത്തിയത് അവിചാരിതമായല്ല. ഇവരടുത്ത ഡെവലപ്പേഴ്സിന് വേണ്ടി തിരച്ചിൽ നടത്തുന്നതും ഇന്ത്യയിലാണ്. 5 മില്യൺ പ്രോഗ്രാമേഴ്സാണ് ഇപ്പോൾ ഇന്ത്യയിലുള്ളത്. ഇതിൽ പകുതിയോളം പേർ AIയിലും ഡേറ്റാ സയൻസിലുമാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത്. ഇന്ത്യൻ ടെക്നോളജി ഇൻഡസ്ട്രി ട്രേഡ് ബോഡി ആയ നാസ്കോമിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ AI ഡെവലപ്മെൻറ്റിൻ്റെ അനന്ത സാധ്യതയാണ് സിലിക്കോൺ വാലി കാണുന്നത്. മൈക്രോസോഫ്റ്റിൻ്റെ സൗത്ത് ഏഷ്യ പ്രസിഡന്റായ പുനീത് ചന്ദോക് പറയുന്നത്, AI റിസർച്ചറായാലും ബിൽഡറായാലും ഡെവലപ്പറായാലും ഇവരിൽ ആരെ എടുത്താലും 6-ൽ ഒരാൾ ഇന്ത്യക്കാരനായിരിക്കും. അദ്ദേഹം മാത്രമല്ല, മൈക്രോസോഫ്റ്റ് ഏഷ്യയുടെ പ്രസിഡന്റ് അഹമ്മദ് മസാരിയും സമാനമായ അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് മൈക്രോസോഫ്റ്റിൻ്റെ ചുമതലയിലുള്ള ഡെവലപ്പേഴ്സിൻ്റെ പ്ലാറ്റ്ഫോമായ ഗിറ്റ് ഹബിൽ വരുന്ന AI പ്രോജക്റ്റുകളെടുത്താൽ 4-എണ്ണത്തിൽ ഒരെണ്ണം ഇന്ത്യയിൽ നിന്നുള്ളതായിരിക്കും. ഇവർ പറയുന്നതനുസരിച്ച് നോക്കുകയാണെങ്കിൽ 6 ഡെവലപ്പർമാർ ഉണ്ടെങ്കിൽ അതിലൊരാൾ ഇന്ത്യയിൽ നിന്നായിരിക്കും. 4 പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ അതിലൊന്ന് ഇന്ത്യയിൽ നിന്നാണ്. ഇതിൽ നിന്നൊക്കെ IT രംഗത്തെ ഈ മുൻനിരക്കാർ എന്തുകൊണ്ടാണ് ടാലൻ്റ് ഉള്ളവരെ തിരയുമ്പോൾ ഇന്ത്യയിൽ വരുന്നതെന്ന് മനസ്സിലായി കാണുമല്ലോ. അഹമ്മദ് മസാരി വെളിപ്പെടുത്തുന്ന മറ്റൊരു കാര്യം 2026 ആകുമ്പോഴേക്കും AI രംഗത്ത് US-ന്റെ പ്രാതിനിധ്യത്തെ പോലും മറികടക്കുന്ന വിധത്തിൽ ഇന്ത്യ വളരുമെന്നാണ്. ഇന്ത്യക്ക് അകത്തായാലും വിദേശത്തായാലും ഇവിടെ നിന്നുള്ള AI ഡെവലപ്പേഴ്സ് ആയിരിക്കും നേതൃത്വം വഹിക്കുക. സിലിക്കൺ വാലിക്ക് ഇതേക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. മൈക്രോസോഫ്റ്റിൻ്റെയും ഗൂഗിളിൻ്റെയും പ്രതിനിധികളുടെ സന്ദർശനം ഇതിനൊരു തുടക്കമാവുകയാണ്. കൂടുതൽ AI സ്പെഷ്യലിസ്റ്റുകളെ സൃഷ്ടിക്കാനാണ് മൈക്രോസോഫ്റ്റ് ഉദ്ദേശിക്കുന്നത്. ഡെവലപ്പേഴ്സിനുള്ള ട്രെയിനിങ് പ്രോഗ്രാമും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ 100,000-ഓളം ഡെവലപ്പേഴ്സിന് ട്രെയിനിങ് കൊടുത്ത് കൂടുതൽ AI സ്പെഷ്യലിസ്റ്റുകളെ വാർത്തെടുക്കുകയാണ് കമ്പനിയുടെ ഉദ്ദേശം. ഇക്കാര്യത്തിൽ ഇന്ത്യൻ കമ്പനികളും ഒട്ടും പുറകിലല്ല. IT ഭീമന്മാരായ ഇൻഫോസിസും ടാറ്റ കൺസൾട്ടൻസി സർവീസും AI ട്രെയിനിങ് തുടങ്ങിക്കഴിഞ്ഞു. നിലവിലുള്ള തൊഴിലാളികളെ AI പ്രാവണ്യമുള്ളവരാക്കാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. AI ബൂം ഇന്ത്യക്കൊരു വലിയ അവസരമാവുകയാണ്. മൈക്രോസോഫ്റ്റിൻ്റെ ഇന്ത്യ സൗത്ത് ഈസ്റ്റ് പ്രസിഡന്റ് പുനീത് ചന്ദോക് പറയുന്നതനുസരിച്ച് ഇന്ത്യൻ GDPയിൽ 16% ഇൻക്രിമെൻ്റ് വരുത്താവുന്ന വിധത്തിൽ AI എക്സ്പെർട്ടുകൾ ഇന്ത്യയിൽ വളർന്നിരിക്കുകയാണ്. ഇന്ത്യ ഒരു AI ഹബ്ബാകാവുന്ന വിധത്തിലുള്ള മാറ്റമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.